കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിയുന്നു. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഓണറേറിയം തുകയായ 29.42 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറി. ഓണറേറിയം തുകയ്ക്ക് പുറമെ കെട്ടിട വാടകയ്ക്ക് ഉൾപ്പെടെയുള്ള 11 കോടി രൂപയും കേന്ദ്രം കേരളത്തിന് കൈമാറി. അതേസമയം അങ്കണവാടി ജീവനക്കാർക്കുള്ള വേതനം 1000 രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനുവരിയിൽ ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കും ആശാവർക്കർക്കുമുള്ള വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു എന്ന സംസ്ഥാന സർക്കാർ ജനുവരിയിൽ പ്രഖ്യാപനമിറക്കിയെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല. അങ്കണവാടി ജീവനക്കാർക്കുള്ള ഏപ്രിൽ മെയ് മാസത്തെ 29.4 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന ധനവകുപ്പിന് കൈമാറിയത്. ഇതിനു പുറമെ അങ്കണവാടി ജീവനക്കാർക്ക് അവകാശപ്പെട്ട POL ഇനത്തിൽപ്പെട്ട 1 കോടി രൂപ, പ്രീ സ്കൂൾ കിറ്റ് ഇനത്തിൽപ്പെട്ട 3 കോടി രൂപ, അങ്കണവാടി കെട്ടിട വാടകയായ 7 കോടി രൂപ എന്നിവ ഉൾപ്പെടെ 11 കോടി രൂപയാണ് കേരളത്തിന് കൈമാറിയത്. ഓണറേറിയം വിതരണം തടസ്സപ്പെടാതെ നൽകുന്നതിന് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ധനവകുപ്പിന്റെ പിടിപ്പുകേട് കാരണം ഈ തുക യഥാസമയം ലഭിക്കാറില്ല. മെയ് മാസത്തേക്കുള്ള തുകയും കൂടിയാണ് കേന്ദ്രം മുൻകൂറായി കേരളത്തിന് കൈമാറിയത്. അങ്കണവാടി വർക്കർമാർക്ക് 4500 രൂപയും അങ്കണവാടി ഹെൽപ്പർമാർക്ക് 2250 രൂപയും മിനി അങ്കണവാടി വർക്കർമാർക്ക് 3500 രൂപയുമാണ് ഓണറേറിയം ഇനത്തിൽ ലഭിക്കുക. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ ഇരട്ടി തുകയാണ് കേന്ദ്ര ധനസഹായം ലഭിച്ചിരിക്കുന്നത്. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.